ഹായ്, സൈക്കോanglerന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. ഇന്നൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ്. കാരണം നമ്മൾ സ്പോട്ടിലുള്ളത്. നല്ല അടിപൊളി ക്ലൈമറ്റ് ഇട്ടാ. രാവിലെ വന്ന മുതൽ ഇങ്ങനെ തന്നെയാണ് ക്ലൈമറ്റ് ഇരിക്കുന്നത്. നമുക്കൊരു 3 മീൻ ടോട്ടൽ ഇട്ടിട്ടുണ്ട്. ഞാൻ 2 ഒന്ന് നല്ല അടിപൊളി സ്ട്രൈക്കൊക്കെ മിസ്സായിട്ടുണ്ട് ഫസ്റ്റ് ടൈം തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മളപ്പോൾ നമ്മളൊരു അളിയൻ്റെ അനിയൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടാവും. മുന്നേ നമ്മളൊരു 3.5 കിലോൻ്റെ ഒരു അമൂറ് പിടിക്കുന്നുണ്ടായിരുന്നു, ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ വീഡിയോ ആണ്. ആ പുള്ളിക്കാനാണ് ഇന്നൊരു നല്ലൊരു കുഴപ്പമില്ലാത്തൊരു അമൂറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഇന്നത്തെ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരുടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഹവാസിൻ്റെ ഷാഡോ 120 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലൂറാട്ടോ. ഇതിൽ 21 കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു ലൂറിനകത്ത്. നമ്മൾ ഒരുപാട് 120 സീരീസ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ സൈക്കർ 120 ഏകദേശമൊക്കെ സെയിം ലുക്കൻ ആ ഒരു ബിൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ കാസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു മോഡൽ. അപ്പോൾ ഇന്നെന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 21 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ കാസ്റ്റ് ചെയ്യാൻ വന്നുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ 6:30 മണിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളം അത്യാവശ്യം കലക്കുണ്ട്, വലിയ തെളിയൊന്നുമില്ല. അപ്പോൾ ഹൈറ്റൈഡിൽ നിന്ന് ലോ ടൈഡിലോട്ട് പോകുന്നൊരു ടൈം കൂടിയാണ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ടൂറും കൂടി ആട്ടോ. പിന്നെ കുറച്ച് ഫ്രണ്ടിൽ വലയുണ്ട്, അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് ചെമ്പല്ലി, അമൂർ അങ്ങനെയുള്ളതിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കോര കടിച്ചെന്ന് പറയാം. അപ്പോൾ ആ റേഞ്ചിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ റീലിൽ സ്പൂൾ ചെയ്തുള്ള ബ്രൈഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർക്ക് അത് അറിയില്ല. നമ്മൾ C9ൻ്റെ ബ്രൈഡാണ് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 50 LB 37 mm. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു 300 മീറ്ററിൻ്റെ 2 സ്പൂളാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് സ്പൂളായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസം മുന്നേ വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒന്ന് സ്പൂൾ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഓൾറെഡി ഇപ്പോൾ AliExpress ബ്ലോക്ക് ആയപ്പോൾ നമുക്കതിന് സാധനം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ റിക്കിമാറുവിൻ്റെ ഈ ഒരു 50 LB 32 mm വരുന്ന ബ്രൈഡ് യൂസ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്ന് അറിയിച്ചതാണ്. എന്നാലും നമുക്ക് നോക്കാം. വെള്ളത്തിൽ കലക്ക് കൂടുതലാണ്, അങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിഞ്ഞൂടാ. അവിടെ നിന്നല്ലേ അങ്ങോട്ട് അടുത്തല്ലേ? അതൊന്നാ വെട്ടത് മാറ്റുന്ന. ഹുക്ക് നിർത്തി. ഇത് പുതിയതാടോ. ആ ഹുക്കൊക്കെ സൈസ് ഉണ്ട്. ഡ്രാഗ് എടുത്തോടി. അതിൻ്റെ ഹുക്ക് നിർന്നാണ്ടില്ലേ? അപ്പം നമ്മൾ ഇന്ന് ഈ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്തത്. ഇതാണില്ലേ സംഭവം. നല്ല കളറും നല്ല ആക്ഷനും റിസൾട്ട് ഉണ്ട് സാധനത്തിന്. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുക്ക് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ചെറിയ പ്രൈസിനുള്ളൂ എന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഹുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ല വലിയ വലിയ മീനുകളൊക്കെ പിടിക്കാൻ പറ്റും. ഇതാണ്ട ഹുക്കിൻ്റെ കോലം കണ്ടില്ലേ? സംഭവം മൊത്തത്തിൽ അങ്ങോട്ട് തിരിഞ്ഞു പോയി. ഇതിലാണ് വന്ന് സ്ട്രൈക്ക് കിട്ടിയത്. കണ്ട സ്ട്രൈക്കിൻ്റെ അടിയാളൊക്കെ കണ്ട ഇതിനകത്ത് കിടക്കുന്നത് സംഭവം. ഇതങ്ങോട്ട് തിരിഞ്ഞു പോയി, അതുണ്ടായത്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. സംഭവം നല്ല റിസൾട്ട് ഉണ്ട്. ഓക്കെയാണ്, പക്കയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഹുക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമ്മളിതിൻ്റെ ഹുക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഹവാസ് ഷാഡോ 120. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഷാഡോ 120ൻ്റെ ഹുക്കൊന്ന് നിർത്തിയിട്ട് മീൻ നല്ല സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തി പോയതിനു ശേഷം നമ്മളിത് മുന്നേ നമ്മൾ ചെമ്പല്ലി പിടിച്ചിട്ടുള്ള സെയിം സ്ട്രോമിൻ്റെ
ലാർഗോ ഷാഡ് എന്നിട്ടുള്ള ആ ഒരു ഷാഡിനെ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഉള്ളത് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനിട്ട്. ചെറുത് ചെറുതാ. ഇടലൈൻ പണിയാ ഇടലൈനാ ചെറിയൊരു അമ്മൂർ കേട്ടോ. വേണ്ടിയില്ലേ ഷാഡ് കാസ്റ്റ് ചെയ്ത് നോക്കാം. ആ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് മിസ്സായി, രണ്ടാമത്തെ സ്ട്രൈക്ക് ചെയ്തൊരു ചെറിയൊരു അമ്മൂറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വെള്ളത്തിനകത്ത്. അപ്പോൾ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം. മിസ്സായാ ഞാൻ നോക്കിന്നല്ലേ നോക്കിന്ന് അയ്യേ നോക്കിക്കൊണ്ടിരിക്കാ. അത്യാവശ്യം നല്ല ടൈമാണ് രാവിലെ. ഇന്ന് കുഴപ്പമില്ല തോന്നുന്നു. ഇന്നത്തെ ദിവസം നല്ല ദിവസം തോന്നുന്നുണ്ട് അറിയാം. നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. മിസ്സായാ മിസ്സായി. ഒക്കെ നിർത്തി കൊടുത്തോക്ക്, ഒന്നുകൂടി നിർത്തി കൊടുത്തോക്ക്. അവിടെ തന്നെ സാധനം ഉണ്ടാവും. നമുക്ക് കല്ലിനുള്ളിൽ കയറിക്കണം. ഇല്ല ചുറ്റ് ഇങ്ങോട്ടുണ്ടോ മീൻ അടിച്ചിരുന്നു കുഴപ്പമില്ല. അമൂറാണ് എന്നാ ലിപ്പറാണോ? തൂക്കി മെല്ലെ ഉണ്ട് എടുത്തോ. കയറി കേട്ടോ അവിടെ ചോടത്ത്. ഓക്കെ പൊളിച്ച് കഴിഞ്ഞിട്ട് മതി എടുക്കല്. ഉള്ളില്ലല്ലോ, ഗ്യാപ്പില്ല, കുഴപ്പമില്ല. എത്ര 3-4 സ്ട്രൈക്ക് എനിക്ക് മിസ്സായി. ദിവസം മീൻ അടിച്ചു. ഓക്കെ അടിപൊളി അമ്മൂറ്. ഇത് റെക്കോർഡിങ്ങാ നമ്പർ ആണുണ്ടോ ഡിസ്പ്ലേ? ഓക്കെ അപ്പോൾ റെക്കോർഡിങ്ങാ. ആ ശ്രീമാൻ ജെല്ലിബ്ലൂ അല്ലേ? ഓക്കെ അടിപൊളി ഇതാ കേട്ടോ അമ്മൂറ് ഇട്ടി കേട്ടോ. എൻ്റെ വില ഉണ്ട്, ഒരു വില ഉണ്ട്. അങ്ങനെ എടുത്ത ചെമ്പല്ലിക്കുട്ടി ഞാൻ പറയില്ല നല്ല ടൈമാട്ടോ. അതാ നോക്കിക്കോ. ആ ഇങ്ങനെ കയറിക്കോളും. നിക്കടോ ഒന്ന് തൊള്ളോർക്കണിയല്ലേ ചെമ്പല് തൊള്ളോർക്കണി. ആ ചെറുതാ ഇല്ല അത് കൈ മത്തട്ടോ അങ്ങനെ വെക്കണ്ട. അത് പെടയുമ്പോൾ ഇപ്പം കണ്ടില്ല പെടയുന്നേ അതിൽ കുടയും. അതേമാതിരി പിടിച്ചു തന്നിട്ടില്ലെങ്കിൽ വേണ്ട കയറിക്കണില്ലേ.
നല്ല ഉക്ക കേട്ടോ. ആദ്യം അടീ കണ്ട് കൊണ്ടുപോയി വിചാരിച്ചു വലുതാത് പറപ്പിച്ച് മേലേക്ക് വെള്ളത്തിന്റെ. ഇനി വെള്ളത്തിൽ ഇറക്കി വെക്കണം കരയിലിട്ടാ. ഇങ്ങനെ വല പോയിട്ട് കയറി വിറ്റിന് എടുക്കേണ്ടി വരും. അത് നോക്കിക്കോ. എന്തായാലും വലയിൽ ഇറക്കും ഇവനെ കൊണ്ടിട്ട്. വല ഇവിടെ നടന്ന് അങ്ങോട്ട് പോയി. വലയിലിറക്കണം ടാസ്ക്. കേറും 10 മണി വരെ സമയമുണ്ട്. ഇന്ന് നല്ല ക്ലൈമറ്റും ആണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ നമുക്കൊരു ചെമ്പല്ലും കൂടി കിട്ടിട്ടാ. നമ്മളൊപ്പമുള്ള നമ്മളെ അളിയൻ്റെ അനിയനാണ്. മുന്നൊരു 3.5 കിലോൻ്റെ അമൂർ കിട്ടുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു 1.5 കിലോൻ്റെ സൈസ് വരുന്ന ഒരു അമൂറും കിട്ടി. ഇതിനകത്തുണ്ട് കാണിച്ചിട്ട് അവസാനം. ഓക്കെ, നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. വലരെ ഇറക്കിയിട്ടുണ്ട്. അടിപൊളി ഡേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓരോ ദിവസത്തിന് ശേഷം കിട്ടണം ഇങ്ങനെ ഒരു ദിവസം. കാസ്റ്റ് ചെയ്തോ കേട്ടോ. ആദ്യത്തെ ഒന്ന് മിസ്സായാലെന്താ ബാക്കിയൊക്കെ കയറിയെന്ന്. അതെ, നമുക്ക് വീണ്ടും ഒരു ചെമ്പല്ലിട്ട് ഇതിനകത്ത് കേട്ടോ. 1/2 കിലോൻ്റെ അടുത്ത് വരുന്ന സൈസുള്ളേ. ഓക്കെ, ഫസ്റ്റ് ടൈം മിസ്സായത്. നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇത് വലമ കുടുങ്ങിപ്പോയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ലുക്കാനയുടെ പ്രെഡേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഈ ഒരു ഷാഡിന് യൂസ് ചെയ്യാൻ പോകുന്നത്. മറ്റേത് വലമ കുടുങ്ങി കീറിപ്പോയതെന്ന് തോന്നുന്നു. നമുക്ക് ജിഗഡ് മാത്രമേ പോകുന്നത്. ഷാഡ് കുടുങ്ങിപ്പോയി. ആദ്യം നല്ല മുട്ട മണി കിട്ടി കണ്ടില്ലേ. ഉക്ക് നിർന്നു പോയി. അപ്പോൾ അവാസിൻ്റെ ഒക്കെ ലൂർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ഉക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. ഉക്ക് ചേഞ്ച് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ കണ്ടില്ല. അതേപോലെ നല്ല മീൻ അടിച്ച് കഴിഞ്ഞാൽ മിക്സാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ലുക്കാനയുടെ പ്രെഡേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് നമുക്ക് ലൊക്കേഷൻ ഇവിടെ നിന്ന് മാറാം. കുറച്ചൊന്ന് മാറി നോക്കാം. അവിടെ കുറച്ച് നേരം നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് 3 മീനെ ടോട്ടൽ കിട്ടിയില്ലേ. നല്ലൊരു സ്ട്രൈക്കും മിസ്സായി. ഓക്കെ, എന്തായാലും നമ്മൾ മാറി നിന്നിട്ട് നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടിയാ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മീനാട്ടത്. കൈ നോക്കണേ. ഇതുവേണോ? താഴത്തിട്. മറ്റത് ഊരിപ്പോവും. പുള്ളി കിട്ടിയിട്ടുള്ള അമൂറായിട്ടത്. ഓക്കെ, സെറ്റ്. ബാക്കി ചെമ്പല്ലിയും അങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. ചെമ്പല്ലിയും അമൂറുത കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞ് നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ചെയ്യണേ. ഓക്കെ അല്ലേ?